നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫിഡ്ജറ്റ് സ്പിന്നർ ആണ്. ഫിഡ്ജറ്റ് സ്പിന്നർ ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അസംബ്ലിയും അതോടൊപ്പം തന്നെ അതിനെ ആനിമേറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്കൊരു സെൻറ്റർ പോയിന്റ് സർക്കിൾ 22 millimeter ഉള്ളൊരു സെൻറ്റർ പോയിന്റ് സർക്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അതിൻ്റെ തൊട്ട് മണ്ടയ്ക്ക് നമ്മളൊരു സെൻറ്റർ പോയിന്റ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യും. പിന്നെ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് അത് 30 millimeter ആണ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഫിഡ്ജറ്റ് സ്പിന്നറിൻ്റെ മൂന്ന് ലെഗിനും സൂട്ടബിൾ ആയിട്ട് 2 സർക്കിൾ കൂടി ഇവിടെ മേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് സർക്കുലർ പാറ്റേൺ ടൂൾ എന്ന് പറയുന്നത്. ആ സർക്കുലർ പാറ്റേൺ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ജോമെട്രി സെലക്ട് ചെയ്യും. ഏത് ജോമെട്രിയാണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഈ ജോമെട്രിയാണ് വേണ്ടത്. ഏത് ആക്സിസിൻ്റെ അബൌട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്? ഈ ആക്സിസിൻ്റെ അബൌട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. എത്ര എണ്ണമാണ് നമുക്ക് വേണ്ടത്? നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. ഇനി നമ്മൾ പുതിയൊരു ടൂള് കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പേരാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഓഫ്സെറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഡയമെൻഷൻ നമുക്ക് ഉപയോഗിക്കാം. സ്മാർട്ട് ഡയമെൻഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ഡയമെൻഷനകത്ത് നമ്മൾ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാറും. അതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്താണെന്ന് ചേഞ്ച് ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ ഈ ഓഫ്സെറ്റിന് അങ്ങനെ പ്രശ്നമില്ല. അതേ സെൻറ്ററിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത്തും അതോടൊപ്പം തന്നെ സർക്കിളിൻ്റെ റേഡിയസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 6 കൊടുക്കുന്നു. അതുപോലെ ഇതിനെ ഞാൻ ഓഫ്സെറ്റ് ചെയ്ത് 6 കൊടുക്കുന്നു. ഇതിനെ ഞാൻ 6 കൊടുക്കുന്നു. 6 ഇതിൻ്റെ റേഡിയസ് 6 ആയിട്ട് കൂട്ടിയതാണ്. സെൻറ്ററിൽ നമുക്കൊന്നും ചെയ്യണ്ട. ഇനി അതിൻ്റെ ലെഗ് വരയ്ക്കാൻ വേണ്ടി ഞാൻ 3 പോയിന്റ് ആർക്ക് എടുക്കുന്നു. 3 പോയിന്റ് ആർക്ക് എടുത്തിട്ട് അതിൻ്റെ ലെഗ് ഇങ്ങനെ ഒന്ന് വരച്ചു. ലെഗ് രണ്ട് വരച്ചു. ലെഗ് 3 വരച്ചു. ഇനി നമ്മൾ ഇതിനെയെല്ലാം സർക്കിളിനെയും ആർക്കിനെയും ടാൻജൻഷ്യൽ ആക്കാൻ വേണ്ടി പോവാണ്. ടാൻജൻഷ്യൽ കൺസ്ട്രെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കിനെ അതോടൊപ്പം തന്നെ സർക്കിളിനെ നമ്മൾ ടാൻജൻഷ്യൽ ആക്കി. ഓക്കെ, ടാൻജൻഷ്യൽ ആക്കി. ഇതോടുകൂടി നമ്മുടെ കഴിഞ്ഞില്ല. നമുക്ക് ഡയമെൻഷൻ ചെയ്യണമല്ലോ. ഇതിന്റെ റേഡിയസ് ഫിക്സ് ചെയ്യണം. റേഡിയസ് നമ്മൾ എല്ലാ ആർക്കിന്റെ റേഡിയസ് 15 ആണ്. എല്ലാ ആർക്കിന്റെ റേഡിയസ് നമ്മൾ 15-ലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആർക്കിന്റെയും റേഡിയസ് നമ്മൾ 15-ൽ ഫിക്സ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ സ്കെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഫിഡ്ജറ്റ് സ്പിന്നറിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സിമെട്രിക് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഈ ഫേസ്, ഈ ഫേസ്, ഈ ഫേസ്, ഈ ഫേസ്, ഇത്രയും നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യും. സിമെട്രിക് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യും. 7 millimeter എക്സ്ട്രൂഡ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടി. ഫില്ലറ്റ് എന്ന് വെച്ചാൽ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജുകളെ സ്മൂത്ത് ആക്കണം. ഇതൊരു ഷാർപ്പ് എഡ്ജാണ്, അതിനെ സ്മൂത്ത് ആക്കണം. ഇതിന്റെ പുറകിലൊരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്, അതിനെ സ്മൂത്ത് ആക്കണം. ഇത് ഷാർപ്പാണ്, സ്മൂത്ത് ആക്കണം. ഇത് ഷാർപ്പാണ്, സ്മൂത്ത് ആക്കണം. അങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജുകളെല്ലാം നമ്മൾ സ്മൂത്ത് ആക്കാൻ വേണ്ടി പോവാണ്. ഇതിനെ നമ്മൾ സ്മൂത്ത് ആക്കി. ഓക്കെ, ഇപ്പോൾ ഫിഡ്ജറ്റ് സ്പിന്നറിനെ നമ്മൾ സ്മൂത്ത് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു മെറ്റീരിയൽ വേണമല്ലോ. മെറ്റീരിയൽ ഞാൻ ഗോൾഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഗോൾഡൻ ഫിഡ്ജറ്റ് സ്പിന്നറാണ്. ഇനി ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്ത് എൻ്റെ ബോഡിയാണ്, ഫിഡ്ജറ്റ് സ്പിന്നറിൻ്റെ ബോഡിയാണ്. FS ബോഡി 3 ഫിഡ്ജറ്റ് സ്പിന്നറിൻ്റെ ബോഡി ആണ്. അത് നമ്മൾ സേവ് ചെയ്യും. കാരണം ഇത് നമുക്ക് അസംബ്ലി ചെയ്യണം, അതുകൊണ്ടാണ്. ഇനി ഞാൻ നേരെ ഹോമിൽ പോയിട്ട് ഇൻവെന്ററിനകത്ത് ഒരു അസംബ്ലി ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഒരു അസംബ്ലി ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് പ്ലേസ് ക്ലിക്ക് ചെയ്തു. പ്ലേസിൽ വീണ്ടും ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എൻ്റെ ഫിഡ്ജറ്റ് സ്പിന്നർ ബോഡി 3 സെലക്ട് ചെയ്തു. അതിനെ ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിനെ ഞാൻ എന്തോന്ന് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പം എൻ്റെ ഫിഡ്ജറ്റ് സ്പിന്നർ ഇവിടെ വന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ബോൾ ബെയറിങ്സ് പ്ലേസ് ചെയ്യണം. ബോൾ ബെയറിങ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോപ്പി ആയിട്ട് ഇതിനകത്ത് അഡ്ജസ്റ്റും ചെയ്യാം. പക്ഷെ അത് ഇച്ചിരി മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പം അതിന് പകരം ഞാൻ ഡിസൈനിൽ പോയി ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് ഇൻവെന്ററിനകത്ത് ബോൾ ബെയറിങ്സ് ഉണ്ട്.
ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ബോൾ ബെയറിംഗ് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനൊരു സിലിണ്ട്രിക്കൽ ഫേസ് ഉണ്ടായിരിക്കും. ആ സിലിണ്ട്രിക്കൽ ഫേസ് ആണ്. ആ സിലിണ്ട്രിക്കൽ ഫേസിനെ സെലക്ട് ചെയ്യണം. സിലിണ്ട്രിക്കൽ ഫേസിനെ സെലക്ട് ചെയ്തു. അതിന് സിലിണ്ട്രിക്കൽ പ്ലെയിനും ഉണ്ടായിരിക്കും. ആ സിലിണ്ട്രിക്കൽ പ്ലെയിനെ അതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഹോളിന്റെ ഇന്നർ ഡയമീറ്റർ, ഹോളിന്റെ ഇന്നർ ഡയമീറ്റർ 8 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ തിക്നെസ് ആണ് ഇത്. തിക്നെസ് 7 മില്ലിമീറ്റർ ആണ്. ഇവിടെ തിക്നെസ് 7 മില്ലിമീറ്റർ കൊടുത്തു. പിന്നെ ഡയമീറ്റർ 8 മില്ലിമീറ്റർ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ വിൻഡോ നമുക്ക് സെലക്ട് ചെയ്തു. ഈ ഡ്രോപ്പ് ഡൗൺ വിൻഡോയ്ക്കകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൾ ബെയറിംഗ്സ് ഉണ്ട്. ഓൾ ബോൾ ബെയറിംഗ് കാറ്റഗറി എടുത്തിട്ട് ഈ ബോൾ ബെയറിങ്ങിനെ ഞാൻ സെലക്ട് ചെയ്തു. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്തു. ഓക്കെ ആയി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോൾ ബെയറിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു ബോൾ ബെയറിംഗ് നമുക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഹോളിലും ഓരോ ബോൾ ബെയറിംഗ് ഇത് ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്തോ ചെയ്യണം, ഓരോ ഹോളിലും ഇതുപോലെ ബോൾ ബെയറിംഗ്സ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിജറ്റ് സ്പിന്നർ വിത്ത് ബോൾ ബെയറിങ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിജറ്റ് സ്പിന്നർ വിത്ത് ബോൾ ബെയറിങ്സ് ഇവിടെ റെഡി ആയിട്ട്. ഇനിയാണ് അസംബ്ലിയുടെ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഈ ഫിജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ഫിജറ്റ് സ്പിന്നറിനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അസംബ്ലിക്ക് ഒരു പ്ലെയിൻ ഉണ്ട്. ഫിജറ്റ് സ്പിന്നറിനും ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്, ഈ അസംബ്ലിയും ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. രണ്ടും സെപ്പറേറ്റ്. ഇത് അസംബ്ലിയുടെ പ്ലെയിന്, ഇത് ഫിജറ്റ് സ്പിന്നറിന്റെ പ്ലെയിന്. രണ്ടും കണ്ടോ? വ്യത്യസ്ത ഡിഫറെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും ഡിഫറെന്റ്. ഫിജറ്റ് സ്പിന്നറിന്റെ പ്ലെയിനും അസംബ്ലിയുടെ പ്ലെയിനും രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഫിജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫിജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിജറ്റ് സ്പിന്നറിന്റെ പ്ലെയിനും അസംബ്ലിയുടെ പ്ലെയിനും രണ്ടും ഒന്നാവണം. എങ്കിൽ മാത്രമേ, എന്ന് വെച്ചാൽ നമ്മുടെ ഈ അസംബ്ലി നടത്തുന്ന ഈ പ്ലെയിൻ ഇല്ലേ, ആ പ്ലെയിനും ഫിജറ്റ് സ്പിന്നറിന്റെ ബോഡിയുടെ പ്ലെയിനെ രണ്ടിനെയും നമുക്ക് ഒന്നാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്
അസംബ്ലി നടത്താൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഈ ഓപ്ഷൻ വെച്ചാണ് നമ്മൾ അസംബ്ലി നടത്തുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ സെഡ് ആക്സിസ് സെലക്ട് ചെയ്തു. ഇത് ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ സെഡ് ആക്സിസ്, ഇത് അസംബ്ലിയുടെ സെഡ് ആക്സിസ്. രണ്ടിനെയും ഒന്നാക്കി അപ്ലൈ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ സെഡ് ആക്സിസ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഡ്ജറ്റ് സ്പിന്നറിനെ സെന്ററിൽ വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ സെന്ററിന്റെ ആക്സിസ് ആണ് നമുക്ക് കോറിലേറ്റ് ഒരുമിപ്പിക്കേണ്ടത്. കാരണം സെന്ററിൽ വെച്ച് വേണം നമുക്ക് ഫിഡ്ജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ പ്ലെയിൻസ് രണ്ടും വേറെയാണ്, അസംബ്ലിയുടെ പ്ലെയിൻസ് രണ്ടും വേറെയാണ്. അതിനെ നമുക്ക് ഒരുമിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല് ഈ പ്ലെയിൻ ഇവിടെ വെച്ചാണ് ബോൾ ബെയറിങ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഫേസിനെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എക്സ് വൈ പ്ലെയിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ, കൺസ്ട്രെയിൻ ഓപ്ഷൻ എടുത്തു, ഇത് ചെയ്തു, എക്സ് വൈ പ്ലെയിനെ സെലക്ട് ചെയ്തു. ഓക്കെ. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഫിഡ്ജറ്റ് സ്പിന്നർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫിഡ്ജറ്റ് സ്പിന്നർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ പ്ലെയിനും അസംബ്ലിയുടെ പ്ലെയിനും എന്ന് വെച്ചാൽ അസംബ്ലി ഇവിടെ ആക്സിസ് കാണിക്കുന്നില്ലെങ്കിലും ഇവിടെ പ്ലെയിൻ, അതിനെ രണ്ടിനെ ഞാൻ ഒന്നാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ ഇവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സെഡ് ആക്സിസും അസംബ്ലി സെഡ് ആക്സിസും സെയിം ആണ്. ഇതിന്റെ ഈ പ്ലെയിൻ കണ്ടോ? ഈ പ്ലെയിനും ഇവിടത്തെ എക്സ് വൈ പ്ലെയിനും രണ്ടും ഒന്നാ. എക്സ് വൈ പ്ലെയിൻ രണ്ടും ഒന്നാ. രണ്ടിനെ ഞാൻ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്ലെയിനെയും കൂടി ഇങ്ങനെ കൺസ്ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇതിന്റെ വൈസെഡ് ഇങ്ങനെ ഇരിക്കുന്നത്, ഒറിജിനൽ വൈസെഡ് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ വൈസെഡ് ഞാൻ എടുത്തു. എന്നിട്ട് ഇതിന്റെ സോറി, ഇതിന്റെ വൈസെഡ് ഞാൻ ഇങ്ങനെ എടുത്തു. മോഷൻ അല്ല, ഇതിങ്ങനെ ചെയ്തു. ഇതിന്റെ വൈസെഡ് ഇങ്ങനെ എടുത്തു. അല്ലല്ല, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഓക്കെ ആക്കി. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഓക്കെ. ഇപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ എന്ന് വന്നിട്ട് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് രണ്ടിന്റെയും വൈസെഡ് പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്ത് ഒരുമിപ്പിച്ചപ്പോ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് എനിക്ക് ഇതിനെ ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 360 ഡിഗ്രിയിലാണ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. 360 ഡിഗ്രി. എന്നിട്ട് ഞാൻ പ്ലേ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഫിഡ്ജറ്റ് സ്പിന്നർ 360 ഡിഗ്രി വരെ നമ്മുടെ ഫിഡ്ജറ്റ് സ്പിന്നർ റൊട്ടേറ്റ് ചെയ്തിട്ട് നിൽക്കും. 360. ഇനി നമുക്ക് ഇതിനെ റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അത് 360 തിരിച്ച് 0 വരെ എത്തും. Okay, so that's all for today. Thank you.